ഹലോ എവരിവൺ, വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം ട്രിമ്മറാണ്. അതായത് മെൻസ് ഫാഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ട്രിമ്മർ. അതായത് നമ്മളെല്ലാവരും തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ബിയർഡ് വളർത്താൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. എങ്ങനെ വളർത്തും, എങ്ങനെ ഇത് കൂടുതൽ നീളത്തിൽ വളർത്താമെന്നൊക്കെയാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതേപോലെ ഷേപ്പിംഗ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ബിയർഡ് ഷേപ്പിങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഒരു നല്ല ട്രിമ്മർ എന്നുള്ളത്. അതായത് ഇപ്പോഴത്തെ ഒരു പ്രസന്റ് സിറ്റുവേഷനിൽ, അതായത് ഈ COVID-19 സിറ്റുവേഷനിൽ എപ്പോഴും തന്നെ നമുക്കൊരു സെലൂണിൽ പോയിട്ട് നമ്മുടെ ബിയർഡ് ഷേപ്പ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ വീട്ടിൽ തന്നെ നിങ്ങൾ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു നമ്മുടെ പോക്കറ്റിന് ഇണങ്ങുന്ന ഒരു നല്ലൊരു ട്രിമ്മർ മേടിച്ച് വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്വയം നിങ്ങളുടെ ബിയർഡ് ഷേപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ കുറേയൊക്കെ സ്വയം ചെയ്യാനായിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നല്ലൊരു ട്രിമ്മർ നിങ്ങൾ മേടിക്കുക. അപ്പം ഞാൻ ഇന്നിപ്പോൾ പറയാൻ പോണ ഒരു 5 ട്രിമ്മറാണ്. അതായത് 1000 രൂപ താഴെ വില വരുന്നതാണ്. ഒരുപാട് വലിയ വിലയിലുള്ള വലിയ ട്രിമ്മറിലേക്കൊന്നും പോകണില്ല. അതായത് നമുക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് മേടിക്കാൻ സാധിക്കുന്ന ട്രിമ്മർ, അതായത് ഒരു 1000 രൂപ താഴെ ബഡ്ജറ്റ് വരുന്ന ട്രിമ്മർ, അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ പറയാൻ പോണത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ട്രിമ്മറിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം നിങ്ങൾ ചിന്തിക്കേണ്ട 2 കാര്യങ്ങളാണ്. ഒന്ന്, അതിൻ്റെ ബ്ലേഡിൻ്റെ ക്വാളിറ്റി. 2, ഇത് കോഡ്ലെസ് ആവുക എന്നുള്ളതാണ്. കാരണം ട്രിം ചെയ്യുമ്പോൾ ഇതേപോലെ കോഡുള്ള സാധനം ഇങ്ങനെ ടോയ്ലറ്റിലേക്ക് കൊണ്ടുപോയി ട്രിം ചെയ്യൽ ഒരിക്കലും പോസിബിൾ അല്ല. അപ്പം നിങ്ങൾ നോക്കേണ്ട ട്രിമ്മർ മേടിക്കുമ്പോൾ ആദ്യം നോക്കേണ്ട 2 കാര്യങ്ങൾ. ഒന്ന്, അതിൻ്റെ ബ്ലേഡ്, അത് മസ്റ്റ് ബി സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയിരിക്കണം. 2, അത് കോഡ്ലെസ് ആയിരിക്കണം. ഈ 2 കാര്യങ്ങളാണ് ഒരു ട്രിമ്മർ മേടിക്കുമ്പോൾ ആദ്യം നിങ്ങളുടെ മനസ്സിൽ വരേണ്ടത്. 1000 രൂപയുടെ താഴെ ട്രിമ്മറാണ് ഞാൻ പറയുമെങ്കിൽ ആദ്യം ഞാൻ പറയാൻ പോണ ട്രിമ്മർ എന്ന് പറഞ്ഞാൽ വളരെ വളരെ എക്കണോമിക്കൽ ആയിട്ടുള്ള ഒരു ട്രിമ്മറാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും തന്നെ പോക്കറ്റിന് ഇണങ്ങുന്ന ഒരു സംഭവമാണ്. അതായത് 449 ആണ് ഇതിൻ്റെ പ്രൈസ്. നോവ എന്ന കമ്പനിയുടെ ട്രിമ്മറാണ്. NHT1045 ഇതാണ് ട്രിമ്മറിൻ്റെ മോഡൽ നമ്പർ. നോവ ട്രിമ്മർ ശരിക്കും ഇന്നിപ്പോൾ ഏത് വെബ്സൈറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരുപാട് വെറൈറ്റി ട്രിമ്മേഴ്സും അതേപോലെ ഗ്രൂമിങ് പ്രൊഡക്ട്സ് ഒക്കെ ഇറക്കുന്ന ഒരു കമ്പനിയാണ് നോവ. അപ്പം നോവയുടെ 1045 എന്ന് പറഞ്ഞാൽ ഈ ട്രിമ്മറാണ്. 449 ആണ് പ്രൈസിങ്. ഇതിൻ്റെ ചാർജ് ചെയ്തതിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് ഒരു 30 മിനിറ്റ്സ് ഇത് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുമാത്രമല്ല 0.252 9 mm ആണ് ഇതിൻ്റെ നമ്മൾ ട്രിം ചെയ്യാനുള്ള അതിൻ്റെ സൈസിൻ്റെ ഒരു കണക്ക്. അപ്പോൾ ഇത് ഏറ്റവും ബഡ്ജറ്റാണ്, ഏറ്റവും ലോ കോസ്റ്റ് ആണ്. അപ്പം സെക്കൻഡ് ട്രിമ്മറും നോവ എന്നുള്ള ഒരു ബ്രാൻഡിൻ്റെ തന്നെയാണ്. ഇത് NHT1085 ആണ്. ഇത് കുറച്ചുകൂടി പ്രൈസ് കൂടുതലാണ്. ഇത് 20 ഓപ്ഷൻസ് ഉണ്ട്. അതായത് നമ്മൾ കട്ടിങ് ചെയ്യാവുന്ന ഇതിൻ്റെ 20 ഓപ്ഷൻസ് ഈ ട്രിമ്മറിൽ അവൈലബിൾ ആണ്. ഇത് നല്ല റേറ്റിംഗ് ഉള്ള ഒരു ട്രിമ്മറാണ്. മാർക്കറ്റിൽ നല്ലോണം വിൽക്കുന്ന ഒരു ട്രിമ്മറാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഞാൻ പറഞ്ഞ ട്രിമ്മറിനെക്കാട്ടി കുറച്ചും കൂടി ബെറ്റർ ക്വാളിറ്റി ഉള്ള, നോവയുടെ കുറച്ചും കൂടി ബെറ്റർ ക്വാളിറ്റി ഉള്ള ട്രിമ്മറാണ്. പക്ഷെ ആദ്യം ഞാൻ പറഞ്ഞ ട്രിമ്മർ ഭയങ്കര സെയിലൊരു ട്രിമ്മറാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രൈസാണ് അത്രയും അട്രാക്റ്റീവ് പ്രൈസ് ആയിരുന്നു അതിന് അത്രയും സെയിൽ. പക്ഷെ അതിനെക്കാട്ടിയും കുറച്ചും കൂടി ബെറ്റർ ക്വാളിറ്റിയാണ് ഈ ഇപ്പം ഞാൻ പറയുന്ന NHT1085 എന്ന് പറഞ്ഞാൽ നോവയുടെ ട്രിമ്മർ. ഇനി അടുത്ത ട്രിമ്മർ എന്ന് പറഞ്ഞാൽ സിസ്കയുടെ ഒരു ട്രിമ്മറാണ്. സിസ്ക HT200 അൾട്രാ ട്രിം. ഇത് നല്ല മൂവിങ് ഉള്ള ഒരു ട്രിമ്മറാണ്. ഇന്നിപ്പോൾ ശരിക്കും പറഞ്ഞാൽ സിസ്ക ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് നാളൊന്നും ആയിട്ടുള്ള മാർക്കറ്റിൽ വന്നിട്ട്, സിസ്ക എന്ന് പറഞ്ഞ ബ്രാൻഡ് എനിക്ക് തോന്നുന്നു 2-3 വർഷമൊക്കെ ആയിട്ടുള്ളൂ ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വന്നിട്ടുള്ളത്. പക്ഷെ അവർ ഇവരുടെ ഗ്രൂമിങ് പ്രോഡക്ട്സ് വളരെ നല്ല പ്രോഡക്ട്സുകളാണ് ഇപ്പോൾ അവർ വന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ ട്രിമ്മറാണ്, അതായത് ഒരു നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിമ്മർ അവർക്ക് തരാൻ സാധിക്കുന്നുണ്ട്. ഇതും പ്രൈസ് വളരെ കുറവുള്ള ഒരു ട്രിമ്മറാണ്. ഏതാണ്ട് 800 സംതിങ് ആണ് ഇതിൻ്റെ പ്രൈസ്. ഇതിലും ഏതാണ്ട് 10 സെറ്റിങ്ങേ ഉള്ളൂ എങ്കിലും നല്ല ട്രിമ്മറാണ്. ഇവൻ കംപ്ലൈൻറ്റ് വളരെ കുറവാണ്, ഒട്ടും തന്നെ കംപ്ലൈൻറ്റ് ഇല്ല. കംപ്ലൈൻറ്റ് ലെസ് ട്രിമ്മർ എന്ന് വേണമെങ്കിൽ ഇത് നമുക്ക് പറയാൻ സാധിക്കുന്ന ട്രിമ്മറാണ്. അപ്പോൾ സിസ്കയുടെ ST200 ആണ്
അടുത്ത ഞാൻ പറയുന്നത് ട്രിമ്മർ. നമ്പർ 1 ട്രിമ്മർ നമുക്ക് മേടിക്കാൻ സാധിക്കുന്ന നമ്പർ 1 ട്രിമ്മർ എന്ന് പറഞ്ഞാൽ ഫിലിപ്സിന്റെ ട്രിമ്മറാണ്. അത് BT1210. ഇത് ഫിലിപ്സിന്റെ ഒരു ബേസ് ട്രിമ്മർ എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാവുന്നതാണ്. ഓൺലൈനിൽ ഭയങ്കര സെയിലുള്ള ഒരു അടിപ്പൻ ട്രിമ്മറാണ്. 899 എന്തോ ഇതിന്റെ പ്രൈസ് വരുന്നത്. സൂപ്പർ ട്രിമ്മറാണ്. 8 hours ചാർജിങ് കപ്പാസിറ്റിയാണ്. 8 hours ചാർജ് ചെയ്യണമെങ്കിൽ 30 മിനിറ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതുമാത്രമല്ല ഇതിന്റെ ഹെഡ് നമുക്ക് ഡിറ്റാച്ചബിൾ ആണ്. ഇത് മസ്റ്റ് ബൈ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. അത് ട്രിമ്മർ ഇപ്പോൾ നിങ്ങൾക്ക് ബേസ് മോഡൽ ഒരു നോവ എന്നുള്ള ബ്രാൻഡിലോട്ട് പോകണ്ട എന്നുണ്ടെങ്കിൽ ഇത് ഒരു 10-300 ചില്ലാനും കൂടെ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബ്രാൻഡ് നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. അപ്പോൾ ഫിലിപ്സിന്റെ ഈ ബ്രാൻഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആസ് ഫാർ ആസ് സെയിൽസിനെ കൺസേൺ ഇത് നമ്പർ 1 ട്രിമ്മർ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഇതിനെക്കാട്ടി നല്ല ട്രിമ്മേഴ്സ് ഒരുപാട് ഫിലിപ്സിനുണ്ടെങ്കിൽ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിമ്മർ എന്ന ഗണത്തിൽ ഇത് നമ്പർ 1 ആയിട്ട് നിൽക്കുന്ന ട്രിമ്മറാണ്. അതായത് BT1210 ആണ് എൻ്റെ ലിസ്റ്റിൽ നമ്പർ 1 ആയിട്ട് വരുന്നത്. അപ്പം ഞാനിപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ട്രിമ്മറും തന്നെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. എല്ലാം 1000 രൂപ താഴെ നിൽക്കുന്ന ട്രിമ്മേഴ്സാണ്. എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് കയറി മേടിക്കാവുന്നതാണ്. ഓൺലൈനിൽ കയറിയാൽ വേറെ ഒരുപാട് മോഡൽസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എങ്കിലും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിമ്മർ നിങ്ങൾക്ക് പറഞ്ഞു തന്നെന്ന് വിചാരിച്ചുകൊണ്ടിട്ടാണ് ഞാൻ 1000 രൂപ താഴെ എന്നുള്ളൊരു ബഡ്ജറ്റ് വെച്ചിട്ട് ആ ഒരു ടൈപ്പ് ട്രിമ്മർ ചൂസ് ചെയ്ത് ഞാൻ പറഞ്ഞു തരുന്നത്. ഇനി കുറച്ചും കൂടി ബഡ്ജറ്റ് കൂടുതലുണ്ടെങ്കിൽ വേറെ ഇഷ്ടംമാതിരി വെറൈറ്റി ട്രിമ്മേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മെൻസ് ഫാഷനും സ്റ്റൈലിനെ കുറിച്ചുള്ള വീഡിയോസാണ് ഞാൻ കൂടുതൽ എൻ്റെ ചാനലിൽ പറഞ്ഞു വരുന്നത്. ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. വീണ്ടും കാണാം. ഗുഡ് ബൈ.